പ്രക്ഷോഭങ്ങളോ സമരങ്ങളോ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ നിലപാട് അറിയിക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ചീത്തവിളിയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായി നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞ് അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ആളുകൾ കമന്റ് ചെയ്യാറുണ്ട്. ഒരുപാട് ആളുകൾ അവരെ തെറി വിളിക്കാറുണ്ട്. ചില ആളുകൾ അവരെ സംഖ്യയാക്കും, ചില ആളുകൾ അവരെ സുഡാപ്പിയാക്കും. പല രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹിക രീതിയിലുള്ള ആക്രമണങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റുകളും അവർ എപ്പോഴും നേരിടാറുണ്ട്. ഇപ്പൊ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പേളി മാണിയുടെ ഒരു വിഷയത്തിൽ പേളി മാണി ആ കമന്റിൽ പറയുന്നത്, ഇൻസ്റ്റഗ്രാമിൽ വന്ന കമന്റിൽ പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, ഒരുപാട് ആളുകൾ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതെന്നാണ്. അപ്പോൾ ഒരുപാട് ആളുകളുടെ പ്രേരണയാലെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു നിലപാട് പറയുമ്പോൾ തനിക്ക് എന്ത് നിലപാടാണ് അതിൽ ഒരു സ്റ്റാൻഡ് എടുക്കുന്നതിന് പകരം പേളി 2-3 സ്റ്റാൻഡ് ആ ഒരു വീഡിയോയിൽ കൂടെ എടുത്തു. അതാണ് പ്രധാനമായിട്ടും ആളുകൾ വലിയ രീതിയിൽ പേളിയെ ആക്രമിക്കാൻ കാരണമായിട്ടുള്ള ഒരു സംഭവം. അതിനുശേഷം പേളി ഈ 2ാമത്തെ വീഡിയോയിൽ അതിനെ വിശദീകരിക്കാൻ വന്നിട്ട് പേളി വീണ്ടും തേഞ്ഞൊട്ടിയ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായി. അപ്പോൾ ഈ ഒരു ഇതിലൂടെ ഒരു സെലിബ്രിറ്റികൾ എങ്ങനെയാണ് ഒരു നിലപാട് പറയേണ്ടത് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ടത് എന്നുള്ളത് ഒരു വീഡിയോ മാത്രമാണിത്. ഞാനിങ്ങനെ ഈ ഓരോ വീഡിയോ കാണുമ്പോഴും ഇവർ പറയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന നഷ്ടം വലിയ ഭീകരമായിരിക്കും. ഇപ്പം അഖിൽമാരാർ പല രീതിയിൽ പല സമയത്ത് പല നിലപാടുകൾ പറയുന്ന ഒരാളാണ്. പുള്ളി തന്നെ പറഞ്ഞത് ഒരു 2020 കയറി അല്ലെങ്കിൽ BJP കയറിയതിന് ശേഷം പുള്ളിക്ക് ഏകദേശം 70,000-ഓളം ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് നഷ്ടമായി എന്നുള്ളതാണ്. പേളിയുടെ കാര്യം കൊടുക്കുക, പേളിക്ക് ഏകദേശം 4 ലക്ഷത്തോളം ഫോളോവേഴ്സ് നഷ്ടമായെന്ന് പേളിയും പറയുന്നുണ്ട്. അപ്പോൾ സെലിബ്രിറ്റികൾ എന്തെങ്കിലും നിലപാട് പറയുമ്പോൾ അവർക്ക് നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നതെങ്കിൽ അത് എങ്ങനെയാണ് ഇവർ ഈ നിലപാടുകൾ കൃത്യമായ നിലപാടുകളിലൂടെ ഇവർ മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. പ്രധാനമായിട്ടും സെലിബ്രിറ്റീസിന്റെ ശക്തി എന്ന് പറയുന്നത് അവരുടെ ഓഡിയൻസ് തന്നെയാണ്. ഇപ്പം മമ്മൂട്ടിയും മോഹൻലാലും ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകളോ സ്റ്റേറ്റ്മെന്റുകളോ അടിയുറച്ച് നിന്നാൽ, പ്രത്യേകിച്ച് സൂപ്പർ താരങ്ങളാണ്, കേരളത്തിന്റെ സൂപ്പർ സ്റ്റാർ താരങ്ങളാണ്, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആളുകളുമാണ്, അവരെങ്ങനെയാണ് കൃത്യമായിട്ട് ചില സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ചില ആരോപണങ്ങളിൽ നിന്നും അവർ തെന്നി മാറുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇവർ മിക്ക പ്രശ്നങ്ങളും വരാൻ നേരത്തെ നൈസായിട്ട് സ്കൂട്ടായിട്ട് അതിൽ ഒന്നും പറയാതെ അല്ലെങ്കിൽ ഒരു കമന്റും പറയാതെ ഇവർ ഉൾവലിയുന്നൊരു സ്വഭാവമുണ്ട്. പക്ഷെ മറ്റു താരങ്ങൾക്ക് അല്ലെങ്കിൽ ഈ മെയിൻ സ്ട്രീമിൽ വരുന്ന ഫഹദാണെങ്കിലും ഈ പൃഥ്വിരാജ് ആണെങ്കിലും ഒരുപാട് നടന്മാർ ഇത്തരം ആരോപണങ്ങളിൽ നിന്ന് മനഃപൂർവ്വം വലിഞ്ഞു നിൽക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഓഡിയൻസ് ആണ് ഇവരുടെ ശക്തി. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും അനുകൂലമായിട്ട് ഏതെങ്കിലും തരത്തിൽ കമന്റോ സ്റ്റേറ്റ്മെന്റോ വന്നാൽ മറുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ വലിയ രീതിയിൽ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് അവരുടെ TV ഷോയിനെയും അല്ലെങ്കിൽ ഈ സിനിമയെയും ഇറങ്ങുന്ന സിനിമയെയും കാര്യമായി ബാധിക്കാൻ ചാൻസും ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ സെലിബ്രിറ്റികൾ വ്യക്തമായ നിലപാട് പറയാതെ ഏതെങ്കിലും ഒരു വശത്ത് നിൽക്കാതെ ഇങ്ങനെ തെന്നി മാറി നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേളി മാണിയുടെ കാര്യം തന്നെ എടുക്കുക. പേളി പല ഇന്റർവ്യൂവിലും പറഞ്ഞിരിക്കുന്നത്, എനിക്ക് നെഗറ്റീവ് എൻ്റെ കമന്റ്സിൽ നെഗറ്റീവ് വരാറില്ല, എനിക്ക് അങ്ങനെ ഹേറ്റേഴ്സിൽ എന്നൊക്കെ പേളി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായി. പക്ഷെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പേളിയെ കൊണ്ട് ഒരുപാട് ആളുകൾ പറയിപ്പിക്കുന്നു. ഈ കമന്റ് പറയിപ്പിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ജന്തർ മന്ദറിൽ എനിക്ക് എൻ്റെതായ ഒരു നിലപാടുണ്ടായി. അത് ഞാൻ പരസ്യമായിട്ട് എൻ്റെ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും പ്രകടിപ്പിച്ചാണ്. ഞാൻ ആ വിദ്യാർത്ഥികളുടെ ഒപ്പമായിരുന്നു. അന്ന് കർഷക സമരം നടക്കുമ്പോഴും ഞാൻ കർഷകരുടെ ഒപ്പമായിരുന്നു. നമ്മളെ കൊണ്ട് ആ ഒരു സമരത്തിലും മറ്റു കാര്യങ്ങളിലൊന്നും പല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മളതെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പോലുള്ള സാധാരണക്കാർ പറയുന്ന പോലെയല്ല സെലിബ്രിറ്റികൾ പറയുന്നത്. ഇവർ പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഓഡിയൻസിന്റെ വിഷയം വരും. പിന്നെ സെലിബ്രിറ്റീസിനെ പ്രേരിപ്പിക്കുന്ന ആളുകളുണ്ട്. അവരുടെ പ്രധാന ഉദ്ദേശം അവരെ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ കമന്റോ പറഞ്ഞ് കുഴിയിൽ ചാടിക്കുക എന്നല്ല, മറിച്ച് ഞാൻ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയോ ഒരു കമന്റ് സെക്ഷനിൽ പോയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ നിലപാടിനോട് അവരുടെ നിലപാട് സാമ്യമായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും നിലപാട് പറയണം. ഇവിടെ ഈ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്ന ഇത്തരം ആളുകൾ പറയുമ്പോൾ അതിന് ഒരു വാല്യൂ കൂടുമെന്നുള്ള നിലയിലാണ് സാധാരണക്കാർ ഇത്തരം ആളുകളുടെ ഈ കമന്റ് ബോക്സിൽ ചെന്നിട്ട് കമന്റുകൾ ചെയ്യുന്നത്. പക്ഷേ തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള മമ്മൂട്ടി എനിക്കിഷ്ടമുള്ള നിലപാടായിരിക്കണം പറയണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ഞാനത് പുള്ളിയുടെ കമന്റ് ബോക്സിൽ പറയുകയും, എന്നാൽ എനിക്കിഷ്ടമില്ലാത്ത നിലപാട് പുള്ളി പറഞ്ഞാൽ ഞാൻ പുള്ളിയെ വെറുക്കുകയും ഹേറ്റ് ചെയ്യുകയും പുള്ളിയെ ട്രോൾ ചെയ്യുകയും ചെയ്യും. അത് കൃത്യമായിട്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനും കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പല വിഷയങ്ങളിലും ഇവർ നൈസായിട്ട് സ്കൂട്ടാകുന്നതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇവിടെ രഞ്ജിനിയുടെ കാര്യം തമിഴിൽ കാണിച്ച പോലെ രഞ്ജിനിയുടെ കാര്യം ഞാൻ പറഞ്ഞു. രഞ്ജിനി പല രീതിയിലും ഈ സമൂഹത്തിൽ ഒരുപാട് ഒറ്റപ്പെടലുകളും തെറിവിളികളും ട്രോളുകളും അനുഭവിച്ചുള്ള ഒരു വ്യക്തിയാണ്. റീസെൻ്റ് ആയിട്ട് അവർ പേളി മാണിയെ പോലെ തന്നെ ഒരുപാട് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരു ചാനലായിട്ട്, യൂട്യൂബ് ചാനലായിട്ട് വരികയുണ്ടായി.
ആ ചാനലിലൂടെ അവരവരുടെ ഈ വീഡിയോസ് എല്ലാം നൈസായിട്ട് കൊണ്ടുപോകുന്നൊരു ഘട്ടത്തിലാണ് ഇവർ ഈ പ്രക്ഷോഭത്തിലേക്ക് വരുന്നത്. ഈ പ്രക്ഷോഭത്തിലേക്ക് ഡയറക്റ്റായിട്ട് വന്നതോടുകൂടി ഇവർക്ക് പണ്ടുണ്ടായിരുന്ന ഇവരെ ഹേറ്റ് ചെയ്തിരുന്ന ആളുകൾ അടക്കം ഇവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ കൊടുക്കുന്നു. ഇവരെ ഇഷ്ടപ്പെടാതിരുന്ന ആളുകൾ ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇപ്പോൾ ഈ രഞ്ജിനി ഹരിദാസിൻ്റെ വീഡിയോസൊക്കെ ഷോർട്ടായിട്ട് വലിയ മ്യൂസിക്കൊക്കെ ഇട്ട് നമ്മുടെ ഈ ഹോം ഫീഡിലൊക്കെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് രണ്ട് നിലപാട് പേളി എടുത്ത നിലപാട് നീറ്റ് എക്സാമിനെതിരെ. പേളി എടുത്ത നിലപാട് പോലും എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പേളി എടുത്തത് പൊതുവെ ചുരുക്കത്തിൽ നമുക്കത് മനസ്സിലാക്കാം, പ്രക്ഷോഭത്തിനെതിരെ അല്ലെങ്കിൽ കുട്ടികളോട് പ്രക്ഷോഭം ചെയ്യണ്ട, വീട്ടിൽ പോയിരുന്നാൽ മതി എന്നുള്ള ഒരു ധ്വനിയാണ് ആ ഒരു പേളിയുടെ ആ ഒരു പ്രസ്താവനയിൽ ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായും തൻ്റെ നിലപാട് കൃത്യമായിട്ട് അറിയിച്ചാണ് രഞ്ജിനി ഹരിദാസ് ആ ഒരു പ്രക്ഷോഭത്തിലും ഇപ്പം നിലവിലെ വീഡിയോസിലൊക്കെ നിലകൊള്ളുന്നത്. നമുക്കറിയാം TG മോഹൻദാസ് എന്ന വ്യക്തി അല്ലെങ്കിൽ മേജർ രവി എന്ന വ്യക്തി ഇവരെല്ലാവരും സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ട് ട്രോള് വാങ്ങുകയും ഒരുപാട് കേസുകളിൽ പെടുകയും ചെയ്ത ആളാണ്. അതിനൊരു ഉദാഹരണമാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്ക് വ്യക്തമായ രാഷ്ട്രീയം ഏതാണ്, അല്ലെങ്കിൽ നമുക്ക് പലർക്കും അറിയാൻ പറ്റും ചില നടന്മാരുടെ രാഷ്ട്രീയം ഇന്നതാണെന്നൊക്കെ. പക്ഷെ അവരുടെ പൊതുവേദിയിൽ വന്ന് പറയുന്നതിന് ശേഷമാണ് അവർക്ക് വലിയ രീതിയിലുള്ള ട്രോളുകളും വിമർശനങ്ങളും കിട്ടാറുള്ളത്. സുരേഷ് ഗോപി അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അത് സുരേഷ് ഗോപിയുടെ തിയേറ്ററിൽ കളക്ഷനെയും അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ TV ഷോകളെയും എങ്ങനെ ബാധിച്ചിട്ടുണ്ടാവുമെന്ന് സുരേഷ് ഗോപിക്ക് മാത്രം അറിയാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഇതൊക്കെ ഈ കളക്ഷനൊക്കെ നോക്കുന്ന ആളുകൾക്ക് മാത്രം അറിയാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പിഷാരടി, മുകേഷ് ഇവരൊക്കെ സ്വന്തം നിലപാട് അറിയിച്ചതിലൂടെ ഒരുപാട് ആക്രമണങ്ങളും ട്രോളുകളും കിട്ടിയ ആളുകളാണ്. മറ്റൊരു കാര്യം പറഞ്ഞാൽ വയനാട്ടിൽ മമ്മൂട്ടി അന്ന് ഒരു ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഒരു പ്രശ്നം നടന്നു. ആ സമയത്ത് മമ്മൂട്ടി ഈ പറഞ്ഞത് വലിയ രീതിയിൽ ഒരു വിഭാഗത്തിന്റെ ആക്രമണം നേരിടാൻ മമ്മൂട്ടി കാരണമായെന്നുള്ളത് മറ്റൊരു വസ്തുത. അപ്പോൾ ചില നിലപാടുകളിൽ നിന്ന്, ചില സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് സെലിബ്രിറ്റികൾ എന്തുകൊണ്ടാണ് പിന്നോക്കം പോകുന്നത്, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയക്കാരെ പോലെ, ബിസിനസ്മാൻമാരെ പോലെ, അല്ലെങ്കിൽ മറ്റ് ശ്രേണിയിലുള്ള സാധാരണക്കാരെ പോലെ എന്തുകൊണ്ട് അവർക്ക് ഓപ്പണായിട്ട് ഈ കാര്യങ്ങളൊന്നും പറയാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ആലോചനയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നമ്മളെ പോലുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് പല കാര്യങ്ങളും പറയാനും പറ്റും. അതിനുപരി ഇവരുടെ ഈ നഷ്ടപ്പെട്ടു പോകുന്ന ഓഡിയൻസ്, അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 4 ലക്ഷം ഫോളോവേഴ്സ് നഷ്ടപ്പെട്ട പേളിയും 70,000 നഷ്ടപ്പെട്ട പല നിലപാടുകൾ പറയുന്ന അഖിൽമാരാരുടെയും അവസ്ഥ. അപ്പോൾ ഇവർക്ക് ഇത്തരം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർ നിലപാടുകൾ പറയുന്നതിൽ നിന്ന് പിന്നോക്കം പോകുന്നതിൽ നമുക്ക് തെറ്റു പറയാനും പറ്റില്ല. ഈ ഒരു വീഡിയോ ആരുടെയെങ്കിലും നിലപാടുകൾ പരസ്യമാക്കാതിരിക്കണം എന്നുള്ള സന്ദേശമല്ല നൽകുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു നിലപാടുണ്ടാവും, അത് കൃത്യമായിട്ട് നമ്മൾ പറയണം എന്നൊരു സന്ദേശമാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് സെലിബ്രിറ്റീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതെങ്ങനെ അവരെ ബാധിക്കുന്നു എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്തത്. ഇപ്പോൾ വലിയ രീതിയിൽ രഞ്ജിനി ഹരിദാസിനെ ആഘോഷിക്കുന്നു, വലിയ രീതിയിൽ പേളി മാണി സമൂഹത്തിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്നു. അവർക്കുണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻസും അവർക്കുണ്ടായിരുന്ന ആ ഒരു വാല്യൂവും അവർക്കുണ്ടായിരുന്ന വലിയ ഒരു ആഘോഷമാക്കിയുള്ള അവരുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസും ഡെയിലി വ്ളോഗുകളിലൊക്കെ ആളുകൾ വലിയ രീതിയിൽ പിന്നോക്കം പോയും അതവരുടെ വരുമാനത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഫോളോവേഴ്സിന്റെ പിന്മാറൽ മൂലം സംഭവിച്ചിട്ടുണ്ടാവും. ആ ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം വീഡിയോ. ഇതാണ് ഞാൻ പറഞ്ഞ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും എങ്ങനെ ഒരു വിമർശനങ്ങൾ വരാൻ നേരത്ത് അതിനെ പക്വതയോടെ അല്ലെങ്കിൽ വളരെ ബുദ്ധിപരമായിട്ട് അതിനെ നേരിടുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമായിരുന്നു ഈ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.